ജനനം. ദേവന്മാരെ പീഡിപ്പിച്ചിരുന്ന മഹിഷിയെ നിഗ്രഹിക്കാനായി മഹാവിഷ്ണുവിന്റെ മോഹിനി രൂപത്തിനും പരമശിവനും ജനിച്ച പുത്രനാണ് ധർമ്മശാസ്താവായ അയ്യപ്പൻ. ഹരിഹരപുത്രൻ എന്നും അറിയപ്പെടുന്നു. പന്തളം രാജ്യത്തെ രാജാവായ രാജശേഖരൻ പുത്രനില്ലാതെ ദുഃഖിച്ചിരിക്കുന്ന സമയത്ത് പമ്പാ നദീതീരത്തുനിന്ന് കഴുത്തിൽ മണിയോടുകൂടിയ ഒരു ദിവ്യശിശുവിനെ കണ്ടെത്തി. രാജാവ് ആ കുട്ടിയെ മണികണ്ഠൻ എന്നു പേരിട്ട് സ്വന്തം മകനായി വളർത്തി. കുറച്ചുകാലം കഴിഞ്ഞപ്പോൾ രാജ്ഞിക്ക് ഒരു സ്വന്തം മകൻ ജനിച്ചു. മണികണ്ഠനെ ഒഴിവാക്കി സ്വന്തം മകന് രാജ്യം നൽകാനായി മന്ത്രിയുടെ ദുർബുദ്ധിയിൽ രാജ്ഞിക്ക് കടുത്ത വയറുവേദന അഭിനയിക്കേണ്ടി വന്നു. രാജ്ഞിയുടെ രോഗം മാറണമെങ്കിൽ പുലിപ്പാൽ വേണമെന്ന് കൊട്ടാരം വൈദ്യൻ അഥവാ മന്ത്രിയുടെ ആജ്ഞപ്രകാരം പറഞ്ഞു. മണികണ്ഠൻ ഇതൊരു ദിവ്യമായ ദൗത്യമായി സ്വീകരിച്ച് പുലിപ്പാൽ തേടി കാനനത്തിലേക്ക് പോയി. അവിടെ വെച്ച് തന്റെ അവതാരോദ്ദേശ്യം പൂർത്തിയാക്കി മഹിഷിയെ നിഗ്രഹിച്ച് ദേവന്മാരെല്ലാം പുലികളായി മാറിയ ഒരു വലിയ പുലിക്കൂട്ടത്തിന്റെ അകമ്പടിയോടെ ഒരു പെൺപുലിയുടെ ഇന്ദ്രന്റെ രൂപത്തിന് മുകളിൽ കയറി രാജസന്നിധിയിൽ മടങ്ങിയെത്തി. മണികണ്ഠൻ ഒരു സാധാരണക്കാരനല്ല, ദൈവമാണെന്ന് രാജാവിന് മനസ്സിലായി. തന്റെ പ്രിയപ്പെട്ട മകനുവേണ്ടി എന്തു ചെയ്യണമെന്ന് രാജാവ് ചോദിച്ചപ്പോൾ മണികണ്ഠൻ ഒരു അമ്പുവിട്ട് ആ അമ്പ് പതിക്കുന്ന സ്ഥലത്ത് ഒരു ക്ഷേത്രം പണിയാൻ നിർദ്ദേശിച്ചു. അമ്പു പതിച്ച സ്ഥലമാണ് ശബരിമല. ക്ഷേത്രത്തിന്റെ നിർമ്മാണ കാര്യങ്ങൾ രാജാവിനെ ഏൽപ്പിച്ച ശേഷം മണികണ്ഠൻ ശാശ്വതമായി ശബരിമലയിലെ വിഗ്രഹത്തിൽ ലയിച്ചു ചേർന്നു. അങ്ങനെ മണികണ്ഠൻ ധർമ്മത്തിന്റെ സംരക്ഷകനായ ശ്രീ അയ്യപ്പനായി ശബരിമലയിൽ കുടികൊള്ളുന്നു.